നമ്മുടെ രാജ്യത്തെ ക്രൈസ്തവ സഭകൾക്ക് ക്രിസ്തുമതത്തോളം പഴക്കം അവകാശപ്പെടാനുണ്ട്. ഇതിനടിസ്ഥാനമായി കണക്കാക്കുന്ന വിശ്വാസം ക്രിസ്തു ശിഷ്യനായ തോമാസ് ലീഹ കേരളത്തിലെത്തുകയും ഇവിടെ 7 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നതാണ്. ഈ വിശ്വാസപ്രകാരമുള്ള ഇന്ത്യയിലെ 3ാമത്തെ പള്ളിയാണ് ഇന്ന് ദൈവമേ കൈതൊടാൻ പരിചയപ്പെടുത്തുന്നത്. വിശ്വാസവും ചരിത്രവും പാരമ്പര്യവും ഇഴചേർന്ന് നിൽക്കുന്ന പറവൂർ കോട്ടക്കാവ് പള്ളിയുടെ ചരിത്രത്തിലൂടെയും കാഴ്ചകളിലൂടെയും ഒരു യാത്ര. ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഹ സ്ഥാപിച്ചതായി പറയപ്പെടുന്ന 7 പള്ളികളിലൊന്നാണ് എറണാകുളം പറവൂരിലെ കോട്ടക്കാവ് സെന്റ് തോമസ് സീറോ മലബാർ പള്ളി. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3ാമത്തെ ക്രൈസ്തവ ദേവാലയമായാണ് ഈ പള്ളി കരുതിപ്പോരുന്നത്. കൊടുങ്ങല്ലൂർ, കുക്കമംഗലം, പാലയൂർ, കൊല്ലം, നിരണം, നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി മറ്റ് 6 പള്ളികളും സ്ഥാപിച്ചു. ഇതിൽ 4 പള്ളികൾ സിറോ മലബാർ സഭയുടെ കീഴിലും 1 പള്ളി ലത്തീൻ സഭയുടെ കീഴിലും 1.5 പള്ളി ഓർത്തഡോക്സ് സഭയുടെയും കീഴിലാണ്. പറവൂർ കോട്ടയ്ക്കാവിൽ തോമസ് ലീഹ സ്ഥാപിച്ചതെന്ന് കരുതുന്ന ചെറിയ പള്ളിക്കൊപ്പം ഒരു വലിയ പള്ളി കൂടിയുണ്ട്. 1 നൂറ്റാണ്ടു മാത്രമേ ഈ പള്ളിക്ക് പഴക്കമുള്ളൂ. കൈതാരം, ഏഴിക്കര, കച്ചേരിപ്പടി, പല്ലംതുരുത്ത്, നിണ്ടൂർ, പട്ടണം, തുരുത്തിപ്പുറം എന്നീ പ്രദേശങ്ങൾ കോട്ടയ്ക്കാവ് ഇടവകയിൽ ഉൾപ്പെട്ടതായിരുന്നു. ഈ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് ദേവാലയത്തിലെ സ്ഥലപരിമിതി മൂലം ആരാധനാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നില്ല. അതോടെയാണ് ഇടവകയുടെ സ്ഥിതിക്കനുസൃതമായി മറ്റൊരു ദേവാലയം സ്ഥാപിച്ചത്. വിശാലമായ അൾത്താരയും സെന്റ് തോമസിന്റെ തിരുശേഷിപ്പുമാണ് ഈ പള്ളിക്കുള്ളിലെ മുഖ്യ ആകർഷണം. അവിടെ തിരിതെളിച്ച് പ്രാർത്ഥിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. ചെറിയ പള്ളി AD 52 ആദ്യമായി നിർമ്മിക്കുന്നത്. ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൂറ്റൻ മതിലും കവാടവും ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പം സെന്റ് തോമസ് മാമോദിസ മുക്കി ബ്രാഹ്മണരെ ക്രിസ്തുമതത്തിൽ ചേർത്തു എന്ന് വിശ്വസിക്കുന്ന അമ്പലക്കുളവും ഇപ്പോഴും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. കുളത്തിനുള്ളിൽ സെന്റ് തോമസ് മാമോദിസ നൽകുന്നത് ചിത്രീകരിച്ചിട്ടുണ്ട്. AD 52 തോമസ് ലീഹ സ്ഥാപിച്ച മരക്കുരിശ് 18ാം നൂറ്റാണ്ട് വരെ കോട്ടക്കാവ് പള്ളിയിൽ സൂക്ഷിച്ചിരുന്നു. 1789 ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് കൊടുങ്ങല്ലൂർ, ആലങ്ങാട്, പറവൂർ, ചേണ്ടമംഗലം, വരാപ്പുഴ പ്രദേശങ്ങൾ ആക്രമിച്ചപ്പോൾ പറവൂർ പള്ളിയും ആക്രമണത്തിന് വിധേയമായി. അതോടൊപ്പം ആ കുരിശും നശിച്ചുപോയി. 1308 പഴയ അൾത്താര ഇപ്പോഴും ഗാംഭീര്യത്തോടെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. അതിനു താഴെ പേർഷ്യൻ കുരിശും വിശ്വാസികൾക്ക് പ്രത്യാശ നൽകി നിലകൊള്ളുന്നു. ചരിത്രം അത്രമേൽ ചേർന്നിരിക്കുന്ന കോട്ടക്കാവ് പള്ളിയിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തുകയാണെന്ന് ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടൻ പറഞ്ഞു. ദുഃഖാന തിരുനാളിന് വളരെ ആഘോഷമായിട്ടുള്ള തിരുനാളും നേർച്ച സദ്യയും എല്ലാം ഉണ്ട്. ഓരോ ദിവസവും, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലങ്ങളിലൊക്കെ എത്രയോ പള്ളികളിൽ നിന്നാണ് ആളുകൾ 14 പള്ളികൾ കാണുന്നതിൽ കോട്ടക്കാവ് എപ്പോഴും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയായിട്ട് തന്നെ. കാരണം മാർത്തോമാസ് ലീഹ സ്ഥാപിച്ചത് ഭാരതത്തിലെ തന്നെ ആദ്യത്തെ പള്ളിയാണ്. ഇന്ത്യയിലെ നസ്രാണി സഭയെ റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം സുറിയാനിക്കാർക്കായി വത്തിക്കാൻ നിർമ്മിച്ച ആദ്യ മെത്രോപൊലീത്ത ബിഷപ്പ് ഫ്രാൻസിസ് റോസ് അന്ത്യവിശ്രമം കൊള്ളുന്നതും ഈ ചെറിയ പള്ളിയുടെ അൾത്താരയിലാണ്. എല്ലാ വർഷവും ജൂലൈ 3-നുള്ള ദുഃഖറാന തിരുനാളാണ് ഈ ദേവാലയത്തിലെ മുഖ്യ തിരുനാൾ. അന്ന് ഊട്ടുനേർച്ചയ്ക്കായി ആയിരക്കണക്കിന് ആളുകളാണ് ഈ ദേവാലയത്തിലേക്ക് എത്തുക.
ന്യൂസ് മലയാളം, കൊച്ചി.